ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് ഏത്തയ്ക്ക വെച്ചൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒരു 3 ചെറിയ ബൗളിന് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശ ഉപ്പും നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് ഞാൻ അതൊന്ന് കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. താഴെ ഒരാൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം. ഒരു പാൻ വെക്കുക. പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ഏത്തയ്ക്കയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് നെയ്ക്കകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് റോസ്റ്റായിട്ട് അതിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ചിരകി വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും ഏത്തയ്ക്കയും നെയ്യിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു 2-3 ഏലയ്ക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. ഏലയ്ക്ക പൊടിയായാലും കുഴപ്പമില്ല, ഞാനിവിടെ ഏലയ്ക്ക ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് അതും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ശർക്കര പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു 4 ടീസ്പൂൺ ശർക്കര പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കീർത്തി നിർമ്മൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ശർക്കര പൊടിയാണ് എടുത്തേക്കുന്നത്. 1 കിലോയ്ക്ക് 59 രൂപയാണ്. നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ശർക്കര പൊടി കിട്ടിയിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ നെയ്ക്കകത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി ഒരു ലാസ്റ്റ് അടിഞ്ഞ ലേശം ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. നമ്മൾ കുഴച്ച് വെച്ച പൊടി നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ പരത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മൾ ഈ കൊഴുക്കട്ടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ മാവെടുത്തു ഞാനിത് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തി അതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഫില്ലിങ് എല്ലാം വെച്ച് നമുക്കത് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇതിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നെയ്യിലാണ് ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ടേസ്റ്റാണ്. നമ്മളിങ്ങനെ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഏത്തയ്ക്ക വെച്ച് ഇങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങനെ ഓരോന്നായിട്ട് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതെല്ലാം കൂടെ നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്കൊന്ന് ആവി കയറ്റണം. അപ്പോഴത്തേക്ക് ഇതൊക്കെ നല്ല കുക്കായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ റെസിപ്പി റെഡി ആവുകയാണ്. നമ്മളിത് ആവിക്കകത്ത് വെക്കുവാണ്. ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇത് ആവിയിൽ വെച്ചു. ആവി കയറിയപ്പോൾ തന്നെ ഒരു 15 മിനിറ്റ് എടുത്തു. അങ്ങനെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ എൻ്റെ മോൾക്കാണ് ഞാനിത് കൊടുത്തത്. മോൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.